ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഒരു സാലഡ്. ഞാനിന്ന് അടുക്കളയിലേക്ക് കേട്ടെ. നിനക്കതാ നല്ലത്, അല്ലാതെ കവിത ചൊല്ലലല്ല. ലക്ഷ്മി എടുത്ത് ഇങ്ങോട്ട് വന്നേ. ഇന്ന് ലക്ഷ്മി എടുത്തേക്ക് ഞാൻ ചിലത് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇവൻ മനുഷ്യന്റെ മനസമാനം കളയുമല്ലോ. അതെന്നെ കുറിപ്പിയട്ടെ. അതോ ഇവൻ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അടുക്കള ജോലിയൊക്കെ ചെയ്ത് വെറുതെ ആളാവുകയല്ലേ? 24 മണിക്കൂറും അവന്റെ കാര്യം പറയാനേ ലക്ഷ്മിക്ക് നേരമുള്ളൂ. അതൊക്കെ കളയന്റെ കുറിപ്പിയട്ടെ. നമുക്ക് പോയി 2 എണ്ണം പിടിപ്പിക്കാം. വേഗം ഒഴിക്കുമോനെ. താങ്ക് യു കുറിപ്പിയട്ടെ. ഈ ശ്രീകുമാറിനോട് എനിക്കൊരു അല്പ അസൂയ തോന്നാറുണ്ട്. 4-5 വർഷമായുള്ള അവൻ ഈ നാട്ടിൽ വന്നിട്ട്. പക്ഷേ അവനെ ഒരു വരുത്തനായിട്ട് കാണാൻ പറ്റുമോ? എല്ലാത്തിനും ഉണ്ടാവും അവൻ മുൻപന്തിയിൽ. വീട്ടുവേല മാത്രമേ ചെയ്യുന്നുള്ളെങ്കിലും എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത്. മനപ്പൊരുത്തമാണ് എല്ലാത്തിലും വലുത്. അവൻ വലിയവനാ. 2 എണ്ണം അടിച്ചിട്ടേ അവനെ 4 കുറ്റം പറയാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അപ്പൊ താനും അവന്റെ സൈഡാ. അനുഭവിക്കോടോ, അനുഭവിക്കും. നിക്കടോ. പാഴായി പോകുന്നു ഈ ജീവിതം, പലകുറി അരിഞ്ഞരിഞ്ഞെന്നെ തള്ളുന്നു. പണത്തോളം കണ്ണിച്ചോരയില്ലാത്തവർ ഈ പാചകക്കാർ. എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്റെ ഉള്ളിയുടെ ദുഃഖെന്നുള്ള കവിത കേട്ടിട്ടാ? ഓ, ഈ സവാള എരിയുമ്പോഴേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ പിന്നെ കണ്ണിന് വെള്ളം വരില്ല. അതെയോ? എന്നാലും എന്റെ സുജയ്, ഈ ശ്രീകുമാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും പഠിച്ചു പോവില്ലേ? എന്നെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? ശാരദയെടുത്തിയേ, ആ ചന്ദ്രനോട് ദുബായിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ. എടാ ശ്രീകുമാറേ, ആ കുറിപ്പേട്ടിന് അടിച്ചടിച്ച് ഓഫായടാ. അതെയാ ചേച്ചി, കുറുപ്പേട്ടൻ ഔട്ടായിന്ന്. അല്ലെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്നും ഇന്റർവെല്ല, ഒന്നും പറയണ്ട. നീ ഒന്നിങ്ങി വന്ന ലക്ഷ്മി എടുത്തി ഇതൊക്കെ നോയിക്കൊള്ളേ. നല്ല ചൂടൊന്നും വീശി. അതെ, വീശണതൊക്കെ കൊള്ളാം. അവസാനം കുറുപ്പേട്ടനെ പോലെ ചീരവാടിയതുപോലെ ആവരുത്. തീയില് കുരുത്തത് ഒരു സ്മോളിലൊന്നും വാടില്ല മോളെ. എന്റെ കപ്പാസിറ്റി നിനക്ക് അറിഞ്ഞൂടാ. അയ്യോ, മഴ മഴ മഴ. നീയായിരുന്നു. നിനക്ക് പോവാറായോ? അയ്യോ, ഇന്നലെ ഞാൻ ആകെ ഔട്ടായി പോയടി. ഇന്നലെ രാത്രി എന്താ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ റോയിച്ചായന്റെ വീട്ടില്? അയാൾ വാള് വെക്കുന്നതിന് മുമ്പ് വീണത് നന്നായി. ശ്രീകുമാറെ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനും എന്റെ റോസമ്മയും ഒരുമിച്ച്. നിനക്കറിയാവോ, ഞങ്ങള് തമ്മിൽ ഇന്ന് വരെ ഒരു സൗന്ദര്യപ്പിണക്കം പോലും ഉണ്ടായിട്ടില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആരുടെ ജീവിതത്തിലടാ ഉണ്ടാകത്തെ. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അതുപോലും ഇല്ലടാ. റോയിച്ചായ, എന്താടാ? അഭിപ്രായ വ്യത്യാസം വേണം, വഴക്കുണ്ടാവണം, ആടി പിടി തമ്മി തല്ല്, എന്നാലല്ലേ ആ സ്നേഹത്തിന്റെ ഒരു വിലയേറിയൂ. അതെ, റോയിച്ചിനും റോസമ്മയും തമ്മിലെ ശരിക്കും സ്നേഹത്തെക്കാൾ ഉപരി ഒരു കോംപ്രമൈസ് അല്ലേ? എന്ത് കോംപ്രമൈസ്? അല്ല, റോയിച്ചിന് ഇന്നേ വരെ എന്തെങ്കിലും ഒരു രഹസ്യം റോസമ്മന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടോ? ഓർത്തു നോക്കി. അത് പിന്നെ കല്യാണത്തിന് മുമ്പ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു കുട്ടിയായിട്ട് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഓ, അതിപ്പോ എത്ര കാലായി. എന്തായാലും ഈ വിവരം റോസമ്മയ്ക്ക് അറിയാമോ? അതെന്തിനാടാ? അറിയണം റോയിച്ചായ, അറിയണം. അയ്യോ, ഇപ്പൊ ഞാനും സുജയും തമ്മില് ഇന്നേ വരെ ഒരു രഹസ്യവും ഞങ്ങൾ പരസ്പരം പറയാതിരുന്നിട്ടില്ല. 3 പഠിക്കുമ്പോ മാലു എനിക്ക് മുത്തം തന്നത്, 10 പഠിക്കുമ്പോ പാർവതി എന്നെ പട്ടീന്ന് വിളിച്ചത്, അങ്ങനെ എന്തെല്ലാം. അതാണ് റോയിച്ചായ സത്യസന്ധത എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, അതൊരു പെണ്ണേരും പറഞ്ഞല്ലേ. അതിന് പോട്ടെ, ഒന്ന് പറയട്ടെ. ഒരു ചിഹ്നം പിന്നെ മഴയുള്ള ഒരു ദിവസം അവളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഞാൻ എന്റെ ബുള്ളറ്റില്. പക്ഷെ ഈ വിവരം റോസമ്മ അറിയണം റോയിച്ചായ, അറിയണം. വേണോ? ഈ 25ാം വാർഷികത്തില് അച്ചായനെ കെട്ടിപ്പിടിച്ച റോസമ്മ ഒരു ഉമ്മ തരും. റോസമ്മ, റോസമ്മ, റോസമ്മയുടെ പ്ലീസ് റോസമ്മ, നിങ്ങളുടെ 25ാം വിവാഹ വാർഷികത്തിൽ എന്റെ റോയിച്ചായന് വേണ്ടിയിട്ട് ഞാൻ റോസമ്മയോട് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകും. ചുമ്മാ എവിടെ ചെന്നാലും ദേ ഭരിക്കാൻ വരരുതേ, ഭരിക്കണ്ട. ഓക്കെ,
അല്ലേ പറയട്ടെ പറയട്ടെ പറയടാ. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാവരും രഹസ്യമായിട്ട് വെക്കണം. ആ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും രഹസ്യം പാടില്ല. അതുകൊണ്ടാണ് പ്ലീസ്. ഇതാണോ ശ്രീകുമാരെ രഹസ്യമാക്കി വെക്കേണ്ടത്? അതല്ല ലക്ഷ്മി എടുത്ത്, ഈ അച്ചായൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിയുമായി ബാക്കി ഞാനെങ്ങനെ പറയും? എടാ, എന്റെ അമ്മോ. ഒന്ന് പോടാ. അച്ചായ, പറ ശ്രീകുമാരെ കേക്കട്ടെ. അച്ചായനെ തെറ്റിദ്ധരിക്കരുത്. ലോകത്ത് ഏത് പുരുഷനായാലും ആ സമയം നടന്നിരിക്കും. മഴയല്ലേ അവിടെ വില്ലനായിട്ട് നിന്നത്. മഴ ചതിച്ചു റോസമ്മ, മഴ ചതിച്ചു റോസമ്മ. അയ്യോ, കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കാതെ ശ്രീയേട്ടൻ അങ്ങോട്ടൊന്ന് ചെല്ല്. ആ കുടുംബം കുട്ടിച്ചോറാക്കി. റോസിയേച്ചി അവരുടെ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞ് ഒന്ന് എണീക്ക്, ചെല്ല്. റോസമ്മ, റോസമ്മ, മോളെ പോയത് മോളെ. ആടി ഇങ്ങോട്ട്. റോസമ്മ, ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. ആ മഴയത്ത് കയറി നിന്നവരോട് ചെന്ന് പറഞ്ഞാ മതി. പോകില്ലേ റോസമ്മ? റോസമ്മ, നിങ്ങളൊന്നും പറയണ്ട. കേറി അങ്ങോട്ട്. റോസമ്മ, റോസമ്മ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ദേ പ്ലീസ് പോകരുത്. മതി, ഇനിയൊന്നും കേക്കണ്ട. ദേ ഇന്നലെ നടന്നത് മുഴുവൻ വെള്ളത്തിന്റെ പുറത്താ. പോടോ അങ്ങോട്ട്. റോസമ്മ, അച്ചായ ഒന്ന് പറഞ്ഞു. എടാ, നീ ഒരൊറ്റ ഒരുത്തനാ. ഞാനെന്തോ ഒറ്റൊരുത്തൻ? ഇന്നലെ ഒരുമിച്ചല്ലേ കള്ളു കുടിച്ചത്. അയ്യോ, അപ്പൊ എന്തായിരുന്നു? പിന്നെ മഴ വെത്ത് ഓ, കെട്ടിപ്പിടിച്ച് ഉമ്മാരൂന്നല്ലേ പറഞ്ഞത്? അയ്യോ, ശ്രീയേട്ടാ, കുക്കിംഗ് ക്ലാസ് കഴിഞ്ഞില്ലേ ശ്രീയേട്ടാ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു സുജയില്ലാത്തപ്പോ ഇങ്ങോട്ട് വരരുതെന്ന്. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഇങ്ങേരി അപ്പുറത്തിരിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെമ്പിള്ളേർക്ക് മാത്രമേ ക്ലാസ് എടുക്കത്തുള്ളൂ. ആർക്ക് ക്ലാസ് എടുക്കുന്നത് തീരുമാനിക്കുന്നതേ ഞാനാ. വന്നേക്കണവള് വെറുതെ വായിട്ടലക്കാതെ നിന്റെ പാട് നോക്കി പോടി. ആവശ്യക്കാരനല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചു. വേണ്ട വേണ്ട, എന്റെ പട്ടി വരും ഇനി. എന്തായി പരിപ്പ് വെന്തോ? വെന്തു സർ. എങ്കി പിന്നെ നോക്കി നിൽക്കാതെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിടൂ കുട്ടി. ശോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്? ഒന്നുകൂടി പറഞ്ഞുതരാം. തക്കാളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുളക്, സവാള, മല്ലിയില, മുരിങ്ങയ്ക്ക. ഇങ്ങോട്ട് വാടാ, ആണുങ്ങളായ ധൈര്യം വേണം. ഇനി ഇവിടുന്ന് കേട്ടോ, അങ്ങോട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരാം. കണ്ടളിയാ, മുട്ടി നോക്കാം. മുട്ടാതെ തന്നെ കിട്ടിക്കോളൂ. ട്യൂഷൻ കഴിഞ്ഞോ? ഇല്ല, എന്തി? പിന്നെ വായിനോട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ആക്കിയോ? അതല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു. വാ വാ. എന്ത് രമേശ? 2 ദിവസമായിട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കണം. ഞങ്ങക്കേ ഈ പാചകം പഠിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ആക്കണോ? അയ്യോ സത്യം, ഒരു കൈത്തൊള്ളറിഞ്ഞിരിക്കുന്ന നല്ലതാണല്ലോ. മാത്രല്ല ഇപ്പൊ ആണുങ്ങൾ പാചകം ചെയ്യുന്ന ഒരു ഫാഷനല്ലേ? പക്ഷേ ഇവിടെ സീറ്റ് കുറവാ. വലിയ വലിയ കോഴ്സുകൾക്ക് സീറ്റ് കുറവാണെന്ന് അറിയാം. ഞാൻ ഉദ്ദേശിച്ച അതല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേര ഇല്ലെന്ന്. സാരില്ല, ഞങ്ങള് തറയിലാണെങ്കിലും ഇരിക്കും. ആണോ? പക്ഷേ ഇവിടെ ഫീസ് അല്പം കൂടും. ഒരു കുഴപ്പമില്ല, എത്ര വെച്ച് തന്നേക്കാം. ശരി, എന്നാ കയറിയിരുന്നോ. അയ്യോ, കോളടിച്ചളിയാ. സമ്മതിച്ചു. ഇനി നമുക്ക് വേവ് നോക്കാം. ഓ, സീറ്റ് ഇപ്പൊ പ്രശ്നമല്ല. അയ്യോ, അത് എന്റെ സീറ്റാ. ഓ, ഇത് കുട്ടിയുടെ സീറ്റാണ്. സോറി കേട്ടോ. സിലബസ് ടഫാണോ? ഈസിയാ. എന്നാലും കമ്പൈൻ സ്റ്റഡി വേണ്ടി വരും അല്ലേ? രമേശോ, അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ല. ഇവിടെ കിടന്ന് കന്നന്തിരിവ് കാണിച്ചോണ്ടല്ലോ, 2 എണ്ണത്തിന് നല്ല പെടന്ന് ഞാൻ പറഞ്ഞേക്കും. ഞാനിനി നന്നായിട്ട് പഠിച്ചോളാം ടീച്ചർ. ഓർമ്മയുണ്ടല്ലോ. ഓ,